ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ടെക് വണ്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടെസ്ല കോയിലാണ്. നിക്കോള ടെസ്ല എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു മെക്കാനിസം ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വർക്കിനുള്ള ആദ്യത്തെ സാധനം എന്ന് വെച്ചാൽ നമുക്കൊരു PVC പൈപ്പ് വേണം. അപ്പോൾ നമുക്കൊരു 10-9 സെൻറ്റിമീറ്ററൊക്കെ മതി. പിന്നെ നമ്മുടെ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 പിന്നെ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചെമ്പ് കമ്പി അതുവഴി വേണം ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ച് 2 സൈഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെമ്പ് കമ്പിയാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ TVനുള്ളിലെ പിക്ചർ ട്യൂബിൻ്റെ അവിടുത്തെ ചെമ്പ് കമ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫോമറിനുള്ളിലത്തെ ചെമ്പ് കമ്പി എടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ലോക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ റിലീസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ദൂരി എടുക്കാം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമുക്കിപ്പോൾ അതിൽ ഒരെണ്ണം മതി. ഇനി നമ്മൾ ചെമ്പ് കമ്പി ഊരി എടുത്തിട്ട് നമ്മൾ ആ ഒരു PVC പൈപ്പിൻ്റെ ആ ഒരു ഹോൾ ഇട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ട് ചുറ്റുകൾ തുടങ്ങുകയാണ്. നമ്മൾ ഈ ഒരു PVC പൈപ്പ് ഫുള്ളും ചുറ്റി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 200 ചുറ്റുകൾ വരും. ചുറ്റി കഴിഞ്ഞാൽ 200 ചുറ്റ് വരും എന്നാണ് ഇതൊരു കണക്ക് കൂട്ടല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ചുറ്റി എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്ന ആ ഒരു ഹോളില്ലേ, അതിലേക്ക് നമ്മൾ ഈ ചെമ്പമ്പി കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി എന്നിട്ട് അറ്റമൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോയിലിവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കൊതുക് ബാറ്റിൻ്റെ ഉള്ളിലത്തെ ബോർഡാണ്, സർക്യൂട്ട് ബോർഡ്. ഇത് നല്ലൊരു വോൾട്ടേജ് തരുന്നൊരു ബോർഡാണ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു, നമ്മളത് റിലീസ് ചെയ്തിട്ട് നമ്മളവിടെ ഒന്നാക്കിയിരിക്കുകയാണ് കണക്ഷൻ. ഓക്കെ, ഒറ്റ സ്വിച്ചിന് നമുക്കത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളിവിടെ 2 കാർബോണിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നിൽ നമ്മൾ സെൻറ്ററൊക്കെ കണ്ടെത്തി വട്ടമൊക്കെ വരച്ചിട്ടുണ്ട്. മറ്റൊന്നിൽ നമ്മുടെ ബോർഡൊക്കെ വെക്കാനുള്ളൊരു പ്ലേസ് ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 4 തടിപ്പീസ് വേണം, അത് 4 സെൻറ്റിമീറ്ററിൻ്റെ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഈ ഒരു തടിപ്പീസ് 4 എണ്ണം നമ്മുടെ ബോർഡ് വെക്കാനുള്ള ആ ഒരു കാർബോർഡിൻ്റെ സൈഡുകളിൽ ഒട്ടിച്ച് വെക്കുക. ഇനി നമ്മുടെ സർക്യൂട്ട് ബോർഡ് നമ്മുടെ സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഏകദേശം ഇവിടെ ആയിട്ട് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ കുപ്പിയുടെ അടപ്പിൽ 2 സ്ക്രൂ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിന് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിസ്റ്റമാണിത്. അപ്പോൾ ഇതുപോലെ തുറന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതും നമ്മുടെ ആ സ്ക്രൂ ഇല്ലേ, അത് നമുക്ക് ലൂസും ടൈറ്റും ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ കറണ്ട് വരുന്ന ഭാഗമില്ല, അതിൻ്റെ ഒരു വയർ എടുത്ത് നമ്മുടെ ഈ ക്യാപ്പിൻ്റെ സ്ക്രൂ ഇല്ലേ, അതിലേക്ക് സെറ്റ് ചെയ്യണം. ഞാനവിടെ 2 പ്ലാസ്റ്റിക്കിൻ്റെ 2 ട്യൂബിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ പേപ്പർ വാട്ട് ഈ ഒരു ബോർഡ് ടച്ച് ചെയ്യുമ്പോഴത്തേനും ഷോർട്ട് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു വയറിങ് ചെയ്യുന്ന സാധാരണ വയറാണ്. ഇത് നമ്മളൊരു 6-5 ചുറ്റുകൾ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പരസ്പരം ഒട്ടിച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ ഈ ഒരു ടോപ്പിലത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സെൻറ്റർ കണ്ടെത്തി ആ ഒരു കാർബോണിൻ്റെ സെൻറ്ററിൽ തന്നെ ഇത് സെറ്റ് ചെയ്യണം. ഓക്കെ, അതങ്ങനെ സെറ്റാണ്. ഇനി ഈ ഒരു സംഭവം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഇവിടെ കറണ്ട് വരുന്ന 2 വയറിലെ ഒന്നെടുത്ത് നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി മിച്ചമുള്ള ഈ ഒരു വയർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വയറുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ റെഡ് കോയിലിൻ്റെ ഉണ്ടല്ലോ, ഒരു വയർ നമ്മളെടുത്തിട്ട് ആ ക്യാപ്പിൽ 2ാമത്തെ സ്ക്രൂവിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ടൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു കാർബോർഡിൻ്റെ ഇവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടിരുന്നു, അതിലേക്ക് നമ്മൾ ഈ ഒരു കോയിലിൻ്റെ വയർ ഇറക്കി കൊടുക്കുക.
അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് അടിക്കും, ഈ വയർ എന്തിനാണ്? നമ്മളിതൊന്നും ചെയ്യേണ്ട. ഇത് സാധാരണ ഇത് നമ്മൾ തറയിൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇച്ചിരി നിവൃത്തി സെറ്റാക്കി വെക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ടെസ്റ്റാക്കോയിൻ്റെ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആക്കി. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ 5 വോൾട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഉണക്കി കൊടുത്താൽ മതി. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൾബും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ബൾബ് ആ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. കണ്ടില്ലേ? അടിപൊളിയല്ലേ? ഈ ഒരു ബൾബ് ഗ്ലോ ചെയ്യാൻ കാരണം ഈ ഒരു ടെസ്ല കോയിലിൻ്റെ ചുറ്റിനും നമ്മുടെ വയർലെസ് റേഡിയേഷൻസ് ഉണ്ട്. ആ റേഡിയേഷൻ കാരണം മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ വൺ മോട്ട കണ്ടം ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ നല്ല ബെൽബട്ടൺ കൊണ്ട് നിങ്ങൾ അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.